ചായ കുടിക്കാൻ പോലും ആംബിയൻസ് നോക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ആ ആംബിയൻസ് മൊമെൻറ്റ്സ് ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ 200, 300, 400 കൊടുത്തിട്ട് പ്രീമിയം കോഫി ഷോപ്പുകളിൽ നിന്ന് ചായ കുടിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്താണ് അവിടെ ഇമ്പോർട്ടൻസ്? അവിടുത്തെ ആംബിയൻസും ആ മൊമെൻറ്റ്സിന് കൊടുക്കുന്ന വാല്യൂ ആണ്. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു ബിസിനസ്സിനും ആ ബിസിനസ് മോഡൽ അനുസരിച്ചിട്ടുള്ള ഇൻഫ്ര ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പല കേസിലും ഞാൻ കണ്ടിട്ടുള്ളത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ നല്ലൊരു എമൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നീട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ബിസിനസ് മോഡലാണെങ്കിലും ആ സെക്ടറിനനുസരിച്ചിട്ടുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ 20 to 35% ആണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇൻഫ്രയിലേക്ക് കൊടുക്കേണ്ടത്. ഇനി അതൊരു പ്രൊഡക്റ്റോ മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 50% വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ആംബിയൻസിൽ വളരെ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നല്ല ബിസിനസ് മോഡലും നമുക്കും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ അത് ശ്രദ്ധിക്കുക. ചായയും അവിടുത്തെ ആംബിയൻസും അതേപോലെ നമ്മുടെ ബിസിനസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.